നൈസ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പഴഞ്ഞി ആയനൂരിൽ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്തിലെ ശുചീകരണ യജ്ഞത്തിന്റെ രണ്ടാം ഘട്ടം പ്രസിഡന്റ് CK സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അജ്ഞാത വാഹനമിടിച്ച് മുള്ളൻ പന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തി. തൊഴിലുറപ്പ് വേതനം ലഭിച്ചതിൽ CITU പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. കുന്നംകുളം നഗരസഭ ബസ് സ്റ്റാൻഡിന്റെ മാസ്റ്റർ പ്ലാൻ സബ് കമ്മിറ്റി അംഗീകരിച്ചു. കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് നേതാക്കന്മാർ കുന്നംകുളത്ത്. തലവേദനയെ തുടർന്ന് കോളേജ് വിദ്യാർത്ഥിനി മരിച്ചു. വാർത്തകൾ വിശദമായി. പഴഞ്ഞി ആയനൂരിൽ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. വീടിനോട് ചേർന്നുള്ള വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. മണ്ണിടിഞ്ഞ് വീണതിനെ തുടർന്ന് വെള്ളം താഴ്ന്നുപോയി. പഴഞ്ഞി ആയനൂർ ശോഭനന്റെ വീട്ടുകിണറാണ് ഇന്ന് പുലർച്ചെ പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്നത്. പുലർച്ചെ വലിയ ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത്. പിറകുവശത്ത് വാതിൽ തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങുന്ന ചവിട്ടുപടിയടക്കം കിണറ്റിലേക്ക് ഇടിഞ്ഞു വീണു. വീടിനോട് ചേർന്നാണ് കിണർ സ്ഥിതി ചെയ്തിരുന്നത്. നല്ല താഴ്ചയുള്ള കിണറിന്റെ ആൾമറ ചുറ്റുമതിലും ഇടിഞ്ഞിട്ടുണ്ട്. കിണറിന്റെ ഒരു വശമാണ് കൂടുതൽ താഴ്ന്നുപോയത്. കിണറിന് സമീപത്തെ മതിലിന്റെ ഒരു ഭാഗവും ഇടിഞ്ഞു. കിണറ്റിൽ കെട്ടിയിട്ടിരുന്ന മോട്ടറും മണ്ണിനടിയിൽപ്പെട്ടു. കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്തിലെ ശുചീകരണ യജ്ഞത്തിന്റെ രണ്ടാം ഘട്ടം പ്രസിഡന്റ് CK സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം ഘട്ട ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി 1-16 വാർഡുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ആരോഗ്യ മെഡിക്കൽ ക്യാമ്പ് പാപ്പിരുത്തി മദ്രസ ഹാളിൽ വെച്ച് കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CK സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. 1-ാം വാർഡ് മെമ്പർ ശ്രീ TS മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. മഴക്കാല രോഗങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ശ്രീ നിഖിൽ ജോസ്, JHI അഭിലാഷ് എന്നിവർ ക്ലാസ് എടുത്തു. JPHN ശ്രീമതി ഷംസിയുടെ നേതൃത്വത്തിൽ സൗജന്യ രക്തസമ്മർദ്ദ പ്രമേഹ നിർണയ ക്യാമ്പും നടന്നു. ചടങ്ങിനെ ശ്രീമതി പ്രഭിത വിശ്വൻ സ്വാഗതം നേർന്നു. കോടത്തൂർ ഗംഗാധരൻ, ശ്രീമതി ഗീത സതീശൻ, കൗസല്യ, അബൂബക്കർ എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്നു. കമാലുദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ അബൂബക്കർ നന്ദി പറഞ്ഞു. അജ്ഞാത വാഹനമിടിച്ച് മുള്ളൻ പന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തി. പഴഞ്ഞി മങ്ങാട് പത്തങ്ങാട് റോഡിൽ മുള്ളൻ പന്നിയെ വാഹനമിടിച്ച് ചത്ത നിലയിൽ കണ്ടെത്തി. ഇന്ന് രാവിലെ സ്കൂൾ കുട്ടികളാണ് മുള്ളൻ പന്നിയെ കണ്ടത്. റോഡിൽ ചോരയും മുള്ളുകളും കിടപ്പുണ്ട്. 8 കിലോ തൂക്കം വരുന്ന മുള്ളൻ പന്നിയെ എരുവപ്പെട്ടി ഫോറസ്റ്റ് അധികൃതർ കൊണ്ടുപോയി. തൊഴിലുറപ്പ് വേതനം ലഭിച്ചതിൽ CITU പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി കുടിശ്ശിക ലഭിച്ചതിന്റെ ഭാഗമായി NREG വർക്കേഴ്സ് യൂണിയൻ പഴഞ്ഞി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. കുന്നംകുളം യൂണിയൻ ഏരിയ സെക്രട്ടറിയായ ശ്രീമതി ഉഷ പ്രഭുകുമാർ ഉദ്ഘാടനം ചെയ്തു. കാട്ടകാമ്പൽ മേഖലാ സെക്രട്ടറി ശ്രീ TS മണികണ്ഠൻ സ്വാഗതം ചെയ്തു. ബ്ലോക്ക് മെമ്പർ കുമാരി PK കൗസല്യ, CPIM പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീ NK ഹരിദാസൻ, വാർഡ് മെമ്പർമാരായ ശ്രീ PM അലി, ശ്രീമതി പത്മിനി ശശീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാനമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും
ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. Roja Park Manufacturing Office, NVKM and Sons, Dindigul. Zone Distributor, Roja Agencies, Kunnamkuളം. Phone 9446 145776 9446 145778. വാർത്തകൾ തുടരുന്നു. കുന്നംകുളം നഗരസഭ ബസ് സ്റ്റാൻഡിന്റെ മാസ്റ്റർ പ്ലാൻ സബ് കമ്മിറ്റി അംഗീകരിച്ചു. കുന്നംകുളത്ത് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനായി തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ആർക്കിടെക്ചർ വിഭാഗം തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ ഇന്ന് ചേർന്ന സബ് കമ്മിറ്റി യോഗം അംഗീകരിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന കൗൺസിൽ യോഗത്തിൽ ബസ് സ്റ്റാൻഡിന്റെ ഘടന ആർക്കിടെക്ചർ മേധാവി ഡോക്ടർ ജോത്സ്ന റാഫേൽ പ്രദർശിപ്പിച്ചിരുന്നു. 10 കോടി രൂപ ചെലവിൽ 4 ഏക്കർ ഭൂമിയിൽ പരിമിതമായ സ്ഥല സൗകര്യമൊരുക്കിയാണ് ബസ് സ്റ്റാൻഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാര്യമായ ഭേദഗതികളൊന്നും നിർദ്ദേശിക്കാതെയാണ് ഡിസൈൻ അംഗീകരിച്ചത്. ഈ ഡിസൈനെ ആസ്പദമാക്കി എസ്റ്റിമേറ്റും പ്ലാനും തയ്യാറാക്കാൻ സബ് കമ്മിറ്റി യോഗം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ആർക്കിടെക്ചർ വിഭാഗത്തെ ചുമതലപ്പെടുത്താനും തീരുമാനിച്ചു. സ്ഥലത്താണ് ഇവഴി ഇന്റർസിറ്റി ബസ്സസ് കയറി വന്നു കഴിഞ്ഞാൽ ഇതാണ് പ്ലാസ വഴി അകത്തേക്ക് പോയി. ഇതാണ് ബസ് ഇന്റർസിറ്റി ബസ്സിന്റെ വെയിറ്റിംഗ് സ്പേസ്. ഇതാണ് പെഡസ്ട്രിയൻ വരുന്ന പാസേജ്, മഴ കൊള്ളാതെ. ഇവിടെയാണ് കഫറ്റേരിയ വരുന്നത്. ഇതിനകത്താണ് കോമൺ ടോയ്ലറ്റ്, ഇത് ലേഡീസ് എമ്യൂണിറ്റി വെയിറ്റിംഗ് സ്പേസ് ചെയ്യേണ്ടതായിട്ട്. ഇൻഫർമേഷൻ ഡെസ്ക് ഇവിടെ വരുന്നത് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇതാണ് സെൻട്രൽ സ്പേസ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു ഫോം വരുന്നത്. നാച്ചുറൽ ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇരുട്ടുണ്ടായിരിക്കില്ല ഇതിനകത്ത്. കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് നേതാക്കന്മാർ കുന്നംകുളത്ത്. കോൺഗ്രസിന്റെ കുടുംബ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് സംസ്ഥാന നേതാക്കന്മാർ കുന്നംകുളത്തേക്ക്. പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല നാളെ 6 മണിക്ക് കടവല്ലൂർ തിപ്പലശ്ശേരി ബൂത്ത് സംഗമത്തിൽ പങ്കെടുക്കും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഓഗസ്റ്റ് 9 കാട്ടകമ്പൽ മണ്ഡലത്തിലും പങ്കെടുക്കും. ഇന്ദിരാഗാന്ധിയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചാണ് കുടുംബയോഗങ്ങൾ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. തലവേദനയെ തുടർന്ന് കോളേജ് വിദ്യാർത്ഥിനി മരിച്ചു. കടുത്ത തലവേദനയെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കോളേജ് വിദ്യാർത്ഥിനി മരിച്ചു. പഴഞ്ഞി പെരുന്തുരുത്തി പടിഞ്ഞാറ്റുമുറി കണ്ടിരത്തി ചന്ദ്രൻ മകൾ ആതിരയാണ് മരിച്ചത്. പഴഞ്ഞി MD കോളേജിൽ 1ാം വർഷ ഡിഗ്രിക്ക് പ്രവേശനം ലഭിച്ചിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ആതിരയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്.
തലച്ചോറിൽ ട്യൂമർ രോഗം ബാധിച്ചതാണ് മരണകാരണമെന്നാണ് പറയുന്നത്. വിപണി: അടയ്ക്ക പഴയത് 4470 രൂപ മുതൽ 4600 രൂപ വരെ, പുതിയത് 4200 രൂപ മുതൽ 4470 രൂപ വരെ, രണ്ടാം തരം 2900 രൂപ മുതൽ 3250 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴഞ്ഞി അയനൂരിൽ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിലെ ശുചീകരണ യജ്ഞത്തിന്റെ രണ്ടാം ഘട്ടം പ്രസിഡന്റ് CK സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അജ്ഞാത വാഹനമിടിച്ച് മുള്ളൻ പന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തി. തൊഴിലുറപ്പ് വേതനം ലഭിച്ചതിൽ CITU പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. കുന്നംകുളം നഗരസഭ ബസ് സ്റ്റാൻഡിന്റെ മാസ്റ്റർ പ്ലാൻ സബ് കമ്മിറ്റി അംഗീകരിച്ചു. കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് നേതാക്കന്മാർ കുന്നംകുളത്ത്. തലവേദനയെ തുടർന്ന് കോളേജ് വിദ്യാർത്ഥിനി മരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.